കർണാടക ധർമ്മസ്ഥലയിലെ കൂട്ടക്കൊലപാതക പരമ്പര ആരോപണത്തിന് പിന്നാലെ 2003 കാണാതായ മെഡിക്കൽ വിദ്യാർത്ഥിനിയുടെ മാതാവ് പരാതി നൽകി. ദക്ഷിണ കർണാടക ജില്ലാ പോലീസ് മേധാവിക്കാണ് പരാതി നൽകിയത്. മണിപ്പാലിലെ MBBS വിദ്യാർത്ഥിനിയായ അനന്യ ഭട്ട് ധർമ്മസ്ഥലയിൽ തീർത്ഥാടനത്തിന് എത്തിയപ്പോഴാണ് കാണാതായത്. ನಾನು ಭಯದಿಂದ ಇದ್ದೆ ಸರ್. ನಾನು ಯಾವ ಇದರಲ್ಲೂ ನಾನು ಹೋಗಲಿಲ್ಲ. ನನಗೆ ಯಾರೂ ಸಪೋರ್ಟ್ ಇಲ್ಲ. ಇವಾಗ ನಾನು ಒಬ್ಬಳೇ ಇರೋದು. ನನಗೆ ಯಾರೂ ಸಪೋರ್ಟ್ ಇಲ್ಲ, ಯಾರೂ ಇಲ್ಲ. ನನಗೆ ಬಂದು ಇಲ್ಲ, ಬಳಗ ಇಲ್ಲ. ಇದು ಒಬ್ಬಳ ಮಗಳನ್ನೇ ಕಳ್ಕೊಂಡಿದ್ದೀನಿ. ದಯವಿಟ್ಟು ನ್ಯಾಯ ಕೊಡಿ ಅಂತ ನಾನು ಕೇಳ್ಕೊಂಡಿದ್ದೀನಿ ಅಷ್ಟೇ. ನೋ ಕಾಮೆಂಟ್ ಇದೆ. ಇದಕ್ಕಿಂತ ನಾನೇನು ಕೇಳೋಕ್ಕಾಗ್ತಾ ಇಲ್ಲ. ತುಂಬ ಕಷ್ಟಪಟ್ಟು ಓದಿಸ್ತಾ ಇದ್ದೆ. ಇವತ್ತಿಲ್ಲ ಅವಳು. ಅವಳಿದ್ದಿದ್ರೆ ನಾನು ಇವತ್ತು ಕಷ್ಟಪಡಬೇಕಾಗಿದ್ದಿರಲಿಲ್ಲ. ಇವತ್ತು ಅವಳ ಆತ್ಮ ನನ್ನನ್ನು ಕಾಡ್ತಾ ಇದೆ. ಹಾಗಾಗಿ ಅವಳಿಗೊಂದು ಏನಾದರೂ ಇದರಿಂದ ಸಿಕ್ಕಿದ್ರೆ, ಅವಳ ಆಸ್ತಿ ಸಿಕ್ಕಿದ್ರೆ ನನಗೆ ಪುಣ್ಯ ಬರುತ್ತೆ ಅಂತ ಹೇಳ್ಕೊಂಡು ನಾನು ಇವ್ರ ಹತ್ರ ಕೇಳಿದ್ದೀನಿ. ಆಯ್ತಮ್ಮ ಅಂತ ಹೇಳಿದ್ದಾರೆ. ಒಳ್ಳೆ ಒಪಿನಿಯನ್ ಕೊಟ್ಟಿದ್ದಾರೆ. ಅವರಿಗೂ ನಾನು ಚಿರಋಣಿಯಾಗಿರ್ತೀನಿ. ಇವರು ನನ್ನ ಕನ್ಸಲ್ಟ್ ಮಾಡಿದ್ರು, ಹಿಂಗೆ ಈ ಥರ ಧರ್ಮಸ್ಥಳ ನಡೀತಾ ಇದೆಯಲ್ಲ, ನನ್ನ ಮಗಳದ್ದು ಈ ಥರ ಇನ್ಸಿಡೆಂಟ್ ಆಗಿದೆ. ನಾನಂದೆ ಆ್ಯಸ್ ಪರ್ ದಿ ಲಾ ಏನಿದೆ ಅದ್ರ ಪ್ರಕಾರ ನಾವು ಒಂದು ಕಂಪ್ಲೇಂಟ್ ಕೊಡಬೇಕಾಗತ್ತೆ, ಕೊಡೋಣ, ಅದ್ರ ಬಗ್ಗೆ ಕೇಳೋಣ ಅಂತ. ಇವ್ರ ಡಿಮ್ಯಾಂಡ್ ಏನಂತ ಹೇಳಿದ್ರೆ, ಇವ್ರನ್ನ ಯಾರ ಮೇಲೇನೋ ಅವ್ರು ಜಲೆ ಹಾಕಿ ಇವ್ರು ಜಲೆ ಹಾಕಿ ಅಂತ ಕೇಳ್ತಾರೆ. ಇವ್ರು ಏನಂದರೆ ಯಾರೂ ಇಲ್ಲ ಅವರಿಗೆ. ಅವ್ರ ಮಗಳು ಈಗ ಇವ್ರೇನಾರು ಎಕ್ಸಿಮಿಷನ್ ಮಾಡಿದ್ರೆ ಎಲ್ಲರೂ ಅವ್ರ ಮಗಳು ಅಸ್ಥಿ ಇವ್ರು DNA ಜೊತೆ ಮ್ಯಾಚ್ ಆಗಿ ಸಿಕ್ಕಿದ್ರೆ ಅಷ್ಟಕ್ಕೆ ಅವರು ಅದೊಂದು ಅವರು ಶ್ರಾದ್ದ ಎಲ್ಲ ಮಾಡಿಬಿಟ್ಟು, ಒಂದು ವಯಸ್ಸಾಗಿದೆ ಇವ್ರು ಯಾರಿಲ್ಲ, ಅದಕ್ಕೆ ಅವ್ರು ಶ್ರಾದ್ದ ಎಲ್ಲ ಮಾಡಿಬಿಟ್ಟು ಒಂದು ನಾನು ಜೀವ ಬಿಡ್ತೀನಿ ಅನ್ನೋ ರೀತಿ ಇದ್ದಾರೆ. ಅದಕ್ಕೋಸ್ಕರ ನಾವು SP ಸಾಹೇಬ್ರು ಮೀಟ್ ಮಾಡೋಕ್ಕೆ ಬಂದ್ವಿ. SP ತುಂಬ ಪಾಸಿಟಿವ್ ರೆಸ್ಪಾನ್ಸ್ ಮಾಡಿದ್ದಾರೆ. ಅವ್ರು ಅಷ್ಟು ಹೇಳಿದ್ದಾರೆ ಕ್ಲೀನಾಗಿ, ಆ್ಯಸ್ ಪರ್ ದಿ ಲಾ ಏನು ಮಾಡ್ಬೋದು ಎಲ್ಲ ನಾನು ಮಾಡ್ತೀನಿ, ನಾನು ಲೀಗಲ್ ಒಪಿನಿಯನ್ ತೊಗೊಂಡ್ಬಿಟ್ಟು ಏನು ಮಾಡ್ಬೋದು ಮಾಡ್ತೀನಿ, ನಿಮ್ಮ ಡ್ಯೂಟಿ ಏನಿದೆ, ನಿಮ್ಮ ರೈಟ್ಸ್ ಏನಿದೆ, ಕಂಪ್ಲೇಂಟ್ ಕೊಡೋದು ಅದೇನಿದೆ ನೀವು ಮಾಡ್ಕೊಂಡು ಹೋಗಿ ಅಂತ ಹೇಳಿದ್ದಾರೆ. ರೆಸ್ಪಾನ್ಸ್ ಮಾಡಿದರೆ ನಾವು ಒಂದು ಪಾಸಿಟಿವ್ ರೆಸ್ಪಾನ್ಸ್ ಎಕ್ಸ್ಪೆಕ್ಟ್ ಮಾಡ್ತಾ ಇದ್ದೀವಿ. ಒಳ್ಳೆಯದಾಗಲಿ ಅಂತ ನಾನು ಬಯಸ್ತೀನಿ. കർണാടക ധർമ്മസ്ഥലയിലെ കൂട്ടക്കൊലപാതക പരമ്പര ആരോപണത്തിന് പിന്നാലെ 2003 കാണാതായ മെഡിക്കൽ വിദ്യാർത്ഥിനിയുടെ മാതാവ് പരാതി നൽകിയിരിക്കുകയാണ്. ദക്ഷിണ കന്നഡ ജില്ലാ പോലീസ് മേധാവിക്കാണ് പരാതി നൽകിയത്. മണിപ്പാലിലെ MBBS വിദ്യാർത്ഥിനിയായ അനന്യ ഭട്ട് ധർമ്മസ്ഥലയിൽ തീർത്ഥാടനത്തിന് എത്തിയപ്പോഴാണ് കാണാതായത്. ധർമ്മസ്ഥലയിലെ കൂട്ടക്കൊലപാതക പരമ്പര ആരോപണത്തിന് പിന്നാലെ മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥിനിയുടെ മാതാവ് അടക്കം 2003 കാണാതായ മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥിനിയുടെ മാതാവ് അടക്കം പരാതിയുമായി മുന്നിട്ട് വന്നിരിക്കുകയാണ്. ദക്ഷിണ കർണാടക ജില്ലാ പോലീസ് മേധാവിക്കാണ് പരാതി നൽകിയത്. മണിപ്പാലിലെ MBBS വിദ്യാർത്ഥിനിയായ അനന്യ ഭട്ട് ധർമ്മസ്ഥലയിൽ തീർത്ഥാടനത്തിന് എത്തിയപ്പോഴാണ് കാണാതായത്. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ജോസഫ് അഗസ്റ്റിൻ ചേരുന്നു. ജോസഫ്, ഈ ഒരു കൂട്ടക്കൊലപാതക പരമ്പരയിൽ ഒരു വിദ്യാർത്ഥിനിയുടെ മാതാവ് കൂടി കാണാതായ ഒരു വിദ്യാർത്ഥിനിയുടെ മാതാവ് കൂടി പരാതിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? 2023 മെഡിക്കൽ വിദ്യാർത്ഥിയായ അനന്യയെ കാണാതായത്. മണിപ്പാലിൽ MBBS വിദ്യാർത്ഥിയായ അനന്യ ഭട്ട് സുഹൃത്തുക്കൾക്കൊപ്പം ധർമ്മസ്ഥല തീർത്ഥാടനത്തിന് എത്തിയതായിരുന്നു. അതിനുശേഷം ഇവരെ കാണാതാവുകയായിരുന്നു. പിന്നീട് ഈ പെൺകുട്ടിയെ കാണാതായതിനെ തുടർന്ന് ഇവരുടെ സുഹൃത്തുക്കൾ അമ്മയെ വിളിച്ച് വിവരം പറയുന്നു. അവർ ആ ഘട്ടത്തിൽ CBI ഉദ്യോഗസ്ഥയാണ്. അവർ ആ ഘട്ടത്തിൽ കൊൽക്കത്തയിൽ CBI ഉദ്യോഗസ്ഥയായി ജോലി ചെയ്യുകയായിരുന്നു. 2 ദിവസത്തിന് ശേഷമാണ് ഈ അനന്യ ഭട്ടിന്റെ മാതാവ് ഈ ധർമ്മസ്ഥലയിലെത്തി മകളെ അന്വേഷിക്കാൻ തുടങ്ങിയത്. പക്ഷേ മകളെക്കുറിച്ച് യാതൊരു വിവരവും ലഭിക്കില്ല. പിന്നീട് ഇവർ ബെൽത്തങ്ങാടി പോലീസിൽ പരാതിപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. പക്ഷേ പരാതി സ്വീകരിക്കുന്ന നിലപാടല്ല പോലീസ് എടുത്തതെന്നാണ് ആ ഘട്ടത്തിൽ അവർ വിശദമാക്കിയത്. മാത്രവുമല്ല, ഇവരെ ഇൻസൾട്ട് ചെയ്ത് വിടുന്ന രീതിയിലാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥർ ഇവരോട് സംസാരിച്ചത്. തങ്ങളുടെ മകൾ മറ്റാരുടെയെങ്കിലും ഒപ്പം പോയിട്ടുണ്ടാവും, അതുകൊണ്ട് വേണമെങ്കിൽ അവിടെയൊക്കെ അന്വേഷിക്കൂ എന്ന് അപഹസിച്ചാണ് ഇവരെ പറഞ്ഞു വിട്ടത്. അതിനുശേഷം 2 ദിവസം കൂടി അവർ ഇവിടെ തിരച്ചിൽ നടത്തി. ഈ തിരച്ചിൽ നടത്തിയ ഘട്ടത്തിൽ പലയിടത്തു നിന്നും ഭീഷണി ഉണ്ടായി. ഇങ്ങനെ പല സംഭവങ്ങളും ഇവിടെ ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഇവിടെ നിൽക്കേണ്ട കാര്യമില്ല, നിങ്ങൾ പോയിക്കോളൂ, മകൾ എപ്പോഴും വേണമെങ്കിലും തിരിച്ചു വരും എന്ന രീതിയിലാണ്
ഇവർ സംസാരിച്ചത്. അതിനുശേഷം ഇവർ ഈ ധർമ്മസ്ഥല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ട്രസ്റ്റി ഭാരവാഹികളെ പോയി കാണുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഈ ട്രസ്റ്റി ഭാരവാഹികൾ ഇപ്പോൾ വീരേന്ദ്ര ഹെഗ്ഡെയും അദ്ദേഹത്തിന്റെ അനിയനും ഉൾപ്പെടെയുള്ള ആളുകളാണ്. ഈ വീരേന്ദ്ര ഹെഗ്ഡെ ഇപ്പോൾ രാജ്യസഭാ അംഗമായി പ്രവർത്തിക്കുന്ന ആളുകൂടിയാണ്. ആ ഘട്ടത്തിൽ അയാളും ഇത്തരത്തിൽ തനിക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല എന്ന് പറഞ്ഞ് ഇവരെ കൈയൊഴിയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. പിന്നീട് ഇവരെ 4 പേരടങ്ങുന്ന ഒരു സംഘം തട്ടിക്കൊണ്ടുപോവുകയും മൃഗീയമായി ശാരീരിക ഉപദ്രവം ഏൽപ്പിക്കുകയും ചെയ്യുകയായിരുന്നു. നിങ്ങൾ ഒരു കാരണവശാലും ഇവിടെ നിൽക്കാൻ പാടില്ല, ഇത്തരത്തിലുള്ള ഒരു സംഭവത്തെ കുറിച്ച് പറയാൻ പാടില്ല എന്നാണ് അവർ ആ ഘട്ടത്തിൽ ഇവരെ ഭീഷണിപ്പെടുത്തിയത്. പിന്നീട് ഇവരെ മാരകമായ മുറിവുകൾ ഏൽപ്പിച്ചു, ഇരുട്ടുമുറിയിൽ കൊണ്ടുപോയി ഇവരെ മർദ്ദിച്ചു എന്നാണ് ഈ SP നൽകിയിരിക്കുന്ന പരാതിയിൽ പറയുന്നത്. പിന്നീട് അവർ 3 മാസത്തോളം കോമയിലായിരുന്നു. പിന്നീട് അവർ കണ്ണു തുറക്കുമ്പോൾ ബംഗളൂരുവിലുള്ള ഒരു ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയായിരുന്നു. 3 മാസത്തിന് ശേഷമാണ് ഇവർക്ക് ബോധം തിരിച്ചു കിട്ടിയത്. ഇതിനിടെയാണ്, അതായത് 2003 നടക്കുന്ന ഒരു സംഭവമാണ്. അതിനുശേഷം ഈ മകളെ കുറിച്ച് യാതൊരു വിവരവും ലഭിച്ചില്ല. അതിനുശേഷം ഈ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലിന് പിന്നാലെയാണ് ഇവർ പരാതിയുമായി വന്നിരിക്കുന്നത്. ധർമ്മസ്ഥലയിൽ മരിച്ചിട്ടുള്ളവരിൽ എന്റെ മകളും ഉൾപ്പെടും, അതുകൊണ്ട് മുഴുവൻ സ്കെൽട്ടനും, അതായത് ഈ ശുചീകരണ തൊഴിലാളി വെളിപ്പെടുത്തിയ സംഭവത്തിനനുസൃതമായിട്ട് കുഴിച്ച് മൂടപ്പെട്ട മുഴുവൻ സ്കെൽട്ടനുകളും പുറത്തെടുക്കണം, അസ്ഥിമാടങ്ങളും പുറത്തെടുക്കണം, എന്നിട്ട് ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്നാണ് ഇവർ പ്രധാനമായും ഈ പരാതിയിൽ പറയുന്ന കാര്യം. എന്തായാലും ഈ കേസിൽ വലിയ വഴിത്തിരിവുകൾ ഉണ്ടായിരിക്കുന്നു. ഇരയെന്ന് സംശയിക്കപ്പെടുന്ന ഒരാളുടെ മാതാവ് തന്നെ ഇത്തരത്തിൽ നേരിട്ട് പരാതിയുമായി രംഗത്തെത്തുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. ഇന്നലെ വൈകിട്ടോടുകൂടിയാണ് ദക്ഷിണ കന്നഡ ജില്ലാ പോലീസ് മേധാവിക്ക് ഇത് സംബന്ധിച്ച് പരാതി നൽകിയിട്ടുള്ളത്. എന്തായാലും ഈ കേസിന്റെ ദിശ മാറുകയാണ്, കൂടുതൽ സമ്മർദ്ദങ്ങൾ വരികയാണ്. ആ ധർമ്മസ്ഥലയിൽ പ്രവർത്തിക്കുന്ന ഡി ഗ്യാങ്ങിനെതിരെയാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഗുരുതരമായ ആരോപണങ്ങൾ ഉണ്ടാകുന്നത്. ഈ CBI ഉദ്യോഗസ്ഥയാണ് ഇത്തരത്തിൽ ബ്രൂട്ടൽ ആയിട്ടുള്ള ഒരു മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നു. അത് ഈ കേസിന്റെ ഗൗരവം തന്നെ വർദ്ധിപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. നീതിക്ക് വേണ്ടി പലയിടങ്ങളിൽ അവർ മുട്ടിവിളിച്ചപ്പോൾ പോലും ഇത്തരത്തിൽ അവരെ ഭീഷണിപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ് നിലവിലുണ്ടായത്. എന്തായാലും ഇതിൽ നിന്ന് പിന്മാറാൻ, തങ്ങളുടെ മകളുടെ കാര്യത്തിൽ നിന്ന് പിന്മാറാൻ അവർ ഇനിയും തയ്യാറല്ല. അവർ പറയുന്നത്, അവരാവശ്യപ്പെടുന്നത് ഇപ്രകാരമാണ്: ഒരു ബ്രാഹ്മിൻ കുടുംബത്തിൽപ്പെട്ട ആളുകളാണ് ഞങ്ങൾ, അതുകൊണ്ട് തന്നെ മകളുടെ അസ്ഥി എങ്കിലും കിട്ടി അത് ഈ ഹൈന്ദവ ആചാരപ്രകാരം ഇത്തരത്തിൽ മൃതസംസ്കാര ചടങ്ങുകൾ നടത്തണമെന്നൊരാവശ്യമാണ് ഇവർ ഈ പരാതിയിൽ പ്രധാനമായും ഉയർത്തിക്കൊണ്ടുവരുന്നത്. മാത്രവുമല്ല, ഇതുമായി ബന്ധപ്പെട്ട് ആർക്കൊക്കെ ഇതിൽ പങ്കുണ്ടോ അവരെയെല്ലാം നിയമത്തിന്റെ മുൻപിൽ കൊണ്ടുവരണമെന്നും ഈ പരാതിയിൽ പ്രധാനമായും പറയുന്നു. എന്തായാലും ഇതുപോലെ കൂടുതൽ പേർ ഈ ആരോപണങ്ങൾ ഉന്നയിച്ച്, പരാതി ഉന്നയിച്ച് നേരിട്ട് വരുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ധർമ്മസ്ഥലയിൽ ഏകദേശം 1980-നും 2014-നും ഇടയിൽ ഇത്തരത്തിലുള്ള നിരവധിയായിട്ടുള്ള കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട്. ആളുകൾ അന്വേഷിച്ചു വരുമ്പോൾ, അതായത് ഈ ധർമ്മസ്ഥലയുമായി ബന്ധപ്പെട്ട് കാണാതായവരെ അന്വേഷിച്ചു വരുമ്പോൾ അവരെ ഭീഷണിപ്പെടുത്തുകയും ഇല്ലായ്മ ചെയ്യുകയും ചെയ്യുന്ന ഒരു പതിവാണ് അവിടെ ഉണ്ടായിരിക്കുന്നതെന്നാണ് ഉയരുന്ന ആക്ഷേപം. എന്തായാലും വലിയ കൊലപാതക പരമ്പരകൾ നടന്നിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് ആദ്യം റിപ്പോർട്ട് ചെയ്തൊരു മാധ്യമ പ്രവർത്തകൻ കൂടിയാണ് നമ്മൾ. കേരള വിഷൻ ന്യൂസിലൂടെയാണ് ഇത്തരത്തിൽ ആദ്യമായി ഈ ഒരു സംഭവം കേരള ജനത്തെ അറിയിച്ചത്. ആദ്യം ആ ഘട്ടങ്ങളിൽ അവിടെ പോയി റിപ്പോർട്ട് എടുക്കുന്ന സാഹചര്യത്തിൽ നമുക്കും മനസ്സിലാകാൻ സാധിച്ചത് ഇത്തരത്തിൽ ഗുരുതരമായ നിയമലംഘനങ്ങൾ നടക്കുന്ന ഒരു ഗ്യാങ് സമാന്തരമായ ഭരണ സംവിധാനങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള പണവും അധികാരവും ഉപയോഗിച്ചുകൊണ്ട് ഏത് നിയമവ്യവസ്ഥയും വിലക്കെടുക്കുന്ന രീതിയിലുള്ളൊരു പ്രവണതയാണ് അവിടെ കാണാൻ സാധിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ കേസ് ഇല്ലായ്മ ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. വിവരാവകാശ രേഖകൾ പ്രകാരം തന്നെ നമ്മൾ കണക്കെടുത്ത് പരിശോധിച്ചതാണ്. ആ കണക്കിൽ 2002 മുതൽ 2013 വരെയുള്ള കാലഘട്ടത്തിൽ 484 കൊലപാതകങ്ങളും ആത്മഹത്യകളും അസ്വാഭാവിക മരണങ്ങളും സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ ഈ കേസിലൊന്നും തന്നെ ആരെയും പിടികൂടാനോ കൃത്യമായ അന്വേഷണം നടത്താനോ പോലീസിന് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. അതിൽ ചില ശബ്ദങ്ങൾ മാത്രം ഉയർന്നു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ ശബ്ദങ്ങൾ ഉയർന്നു വരുന്ന സാഹചര്യങ്ങളിലെല്ലാം അതിനെ അടിച്ചമർത്തുകയും ഇല്ലായ്മ ചെയ്യുകയും ചെയ്യുന്ന ഒരു പ്രവണത ആ ഭാഗത്ത് നിന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഈ പരാതിയുമായി ഉയർന്നു വരുന്നവരുടെ ശബ്ദം
കൂടുതലായി കേൾക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത്. കാസർഗോഡ് ജില്ലയിൽ നിന്നും ഇത്തരത്തിൽ നമ്മൾ വാർത്ത റിപ്പോർട്ട് ചെയ്തതിന് പിന്നാലെ സമാനമായ രീതിയിൽ കാണാതായ, അതായത് ഭർത്താക്കന്മാരെ കാണാതായ സംഭവം, സഹോദരിമാരെ കാണാതായ സംഭവം ഈ ധർമ്മസ്ഥലയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്നുണ്ട് എന്നുള്ളതാണ് ഏറെ ആശങ്കകൾക്ക് വകവയ്ക്കുന്നത്. എന്തായാലും ഈ അസ്ഥിമാടങ്ങൾ, അതായത് ശുചീകരണ തൊഴിലാളി വെളിപ്പെടുത്തിയത് താൻ 100ഓളം സ്ത്രീകളുടെ മൃതദേഹം കുഴിച്ചിട്ടിട്ടുണ്ട്, അത് ഞാൻ എടുത്തു തരാമെന്നാണ് ഈ ശുചീകരണ തൊഴിലാളി വെളിപ്പെടുത്തിയിട്ടുള്ളത്. അതിൽ പലരും ക്രൂരമായ ബലാത്സംഗത്തിന് ഇരയായിട്ടുള്ളതാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾ പറയുന്നത് 100 അല്ല 700-ലധികം കൊലപാതകങ്ങൾ ഈ പ്രദേശത്ത് നടന്നിട്ടുണ്ട്. ഇവിടെ ഒരു സമാന്തര ഭരണരീതി നിലനിൽക്കുന്ന ഒരു പ്രദേശമാണ്. പല ഗ്യാങ്ങുകളായി ചേർന്നിട്ടാണ് കാലാകാലത്തോളം ഇത്തരം കുറ്റകൃത്യങ്ങൾ ആവർത്തിച്ചു വരുന്നത്. ഈ ആവർത്തിച്ചു വരുന്നതിൽ പ്രധാന ഘടകമായി നിന്നത് അവിടെ ഒരു പോലീസ് സ്റ്റേഷൻ, അതായത് 2012-ൽ സൗജന്യ കൊലക്കേസ് ഉണ്ടായതിനു ശേഷമാണ് അവിടെ ഒരു പോലീസ് സ്റ്റേഷൻ എങ്കിലും ഉണ്ടാകുന്നത്. അതിനു മുമ്പ് ഒരു പോലീസ് എയ്ഡ് പോസ്റ്റ് മാത്രമാണ് ഉണ്ടായത്. കർണാടകയിലെ തന്നെ ഏറ്റവും കൂടുതൽ വരുമാനം ലഭിക്കുന്ന ഒരു ക്ഷേത്രങ്ങളിൽ ഒന്ന്, ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ലോഡ്ജ് ലോബികൾ, ഓട്ടോ ഗ്യാങ്ങുകൾ, കച്ചവടക്കാർ, അതുപോലെ തുടങ്ങി യാചകർ വരെ അവിടെ ഒരു ഗ്യാങ്ങായി പ്രവർത്തിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. അങ്ങനെ വളരെ ഭീതികരമായ ഒരു സാഹചര്യത്തിലൂടെയാണ് ആ പ്രദേശം തന്നെ കടന്നു പോകുന്നത്. അവിടെ എത്തുന്ന ആളുകളിൽ അധികവും മലയാളികൾ ഉൾപ്പെടെ ദക്ഷിണ കന്നഡ മേഖലയിൽ നിന്നുൾപ്പെടെയുള്ള ആളുകളാണ് കൂടുതലായും എത്തുന്നത്. മാത്രമല്ല ആന്ധ്രാപ്രദേശിൽ നിന്നും മറ്റും നിരവധിയായിട്ടുള്ള ആളുകൾ എത്താറുണ്ട്. അങ്ങനെ എത്തുന്ന ആളുകളെയാണ് ഇവിടെ പ്രധാനമായും ടാർഗറ്റ് ചെയ്യുന്നത്. എന്തായാലും ഈ കേസിൽ കൃത്യമായ ഒരു അന്വേഷണം ഉണ്ടാകണമെന്നാണ് ഇവർ പ്രധാനമായും ആവശ്യപ്പെടുന്നത്. ദീപ്തി, ശരി. കർണാടക ധർമ്മസ്ഥലയിലെ കൂട്ടക്കൊലപാതക പരമ്പര ആരോപണത്തിന് പിന്നാലെ 2003-ൽ കാണാതായ മെഡിക്കൽ വിദ്യാർത്ഥിനിയുടെ മാതാവ് പരാതി നൽകി. ദക്ഷിണ കർണാടക ജില്ലാ പോലീസ് മേധാവിക്കാണ് പരാതി നൽകിയത്. മണിപ്പാലിലെ MBBS വിദ്യാർത്ഥിയായ അനന്യ ഭട്ട് ധർമ്മസ്ഥലയിൽ തീർത്ഥാടനത്തിനെത്തിയപ്പോഴാണ് കാണാതായത്. ജോസഫ് അഗസ്റ്റിനാണ് വിവരങ്ങൾ നൽകിയത്.